നമസ്കാരം, എല്ലാവർക്കും ജെറാനസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ ചേർത്ത് തക്കാളി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ചട്നിയാണ്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. മാത്രമല്ല ഇത് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി വേണം. ഞാനിവിടെ ഒരു 10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിന് കൃത്യമായ ഒരു അളവൊന്നുമില്ല, നമുക്ക് എത്രയാ ചമ്മന്തി വേണ്ടതെന്ന് വെച്ചാൽ അത്രയൊക്കെ എടുത്താൽ മതി. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, അതുകൊണ്ട് തക്കാളി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയുടെ അളവ് നമുക്ക് ഒരല്പം കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില വേണം, കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് ജീരകം, 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്നട്ട്സൊക്കെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. കാഷ്നട്ട്സും കൂടി ചേർത്താൽ കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു ചട്നി നമുക്കുണ്ടാക്കാം. മാത്രമല്ല മുഴുവനേ ഉള്ള മുളകും അല്ലെങ്കിൽ ജീരകമൊക്കെയാണ് ഇടുന്നതെങ്കിൽ നമ്മളിത് വഴറ്റുമ്പോൾ ആദ്യമേ തന്നെ ജീരകവും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് പൊടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും അവസാനമേ ചേർക്കാൻ പറ്റുള്ളൂ. എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വെന്തും കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്നും വഴറ്റണ്ട ഉള്ളി. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിനകത്ത് തക്കാളി ചേർക്കാം, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരല്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളകും ജീരകമൊക്കെ മുഴുവനെ ചേർക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ചേർക്കണം. അതിൻ്റെ കൂടെ കാഷ്നട്ട്സ് ചേർക്കണമെങ്കിലും ആദ്യമേ തന്നെ ചേർക്കണം. എണ്ണ ഒഴിച്ച ഉടനെ തന്നെ അതൊക്കെ ചേർക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോഴാണ് ചേർക്കുന്നത്. ലാസ്റ്റാണ് ചേർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കറിവേപ്പിലയും ചേർത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ചട്നിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി ചട്നിയാണ്, തേങ്ങ ചേർക്കാത്ത ഒരു തക്കാളി ചട്നിയുടെ. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ കൂടുതലും ഇടുന്ന വീഡിയോസ് എല്ലാം ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. നമ്മൾക്ക് ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങളായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാൻ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞാനിതിവിടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് കടുക് താളിച്ചിടാം. കുറച്ചുകൂടി എണ്ണ ഒഴിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് കടുക്, കറിവേപ്പില, കടലപ്പരിപ്പ്, വറ്റൽമുളക് ഒക്കെ ഇട്ടൊന്ന് കടുക് താളിച്ചെടുക്കാം. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. കടുക് താളിക്കുന്നെങ്കിൽ അങ്ങനെയും കൂടി ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു. സീ യു അഗൈൻ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.